മാഷെ ഈ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വന്നിരിക്കുന്ന ആരോപണം ഭൂമി വിവാദമാണ്, നിസ്സാരമായി കാണാനാകില്ല. ബംഗളൂരുവിനടുത്ത് നിലമംഗലയ്ക്ക് സമീപം ദൊബ്ബാസ്പേട്ടിലാണ് ഈ വിവാദം ആയിട്ടുള്ള ഭൂമി ഇടപാട് നടന്നിട്ടുള്ളത്. ഇതിൽ പ്രതികളായിട്ട് വരുന്നത് അഞ്ജു ചന്ദ്രശേഖർ, അജിത് ഗോപാൽ നമ്പ്യാർ, കട്ട സുബ്രഹ്മണ്യ നായിഡു, മുൻ മന്ത്രിയാണ് ബി.ജെ.പിയുടെ, പിന്നെ ബി.പി.എൽ ഇന്ത്യ ലിമിറ്റഡ് ഒക്കെയാണ്. ഈ പരാതി വസ്തുതയുള്ളതാണോ അതോ ഇവർ പറയുന്നത് പോലെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥ ആണോ? അല്ല, ഈ സംഭവം പുറത്തു വന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇത് വെറും കെട്ടിച്ചമച്ച കഥ അല്ലെങ്കിൽ നിറം പിടിപ്പിച്ച നുണകൾ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ടെലിവിഷനുകളെ അല്ലെങ്കിൽ ടെലിവിഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചു. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും അല്ല രാജീവ് ചന്ദ്രശേഖരൻ നൽകുന്നത്. അതായത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അങ്ങല്ല, അത് മാധ്യമപ്രവർത്തകർ അങ്ങനെ പല തരം ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞത് വലിയ ഒന്നും ഒരു വസ്തുതയില്ല, വെറുതെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ അന്വേഷണമൊക്കെ നടന്നതിന് ശേഷം നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന ആരോപണം എന്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു സാധ്യത എന്ന് പറയും. ആ ആരോപണം എന്ന് പറയുന്നത് കർണാടകയിലെ വികസന ബോർഡ് അവിടുത്തെ കർഷകരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിച്ചു. അതായത് 95-ലാണ്, അത് 1995-ലാണ് ശരിക്കും ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ഈ സംവിധാനം ഇത് ചെയ്യുന്നത്. അപ്പോൾ കർഷകരിൽ നിന്ന് കാർഷിക ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് അതിന് തുച്ഛമായ വിലയാണ് നൽകിയത്. കാരണം കാർഷിക ഭൂമിക്ക് ആ വിലയേ ഉള്ളൂ, അതാണ് കാര്യം. 1,10,10,000 രൂപ ഒരേക്കറിന്. അങ്ങനെ ഉള്ള ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ എനിക്കൊന്ന് 1995 തന്നെ ഈ BPL കമ്പനിക്ക് 149 ഏക്കറിൻ്റെ കൈവശ രേഖ അല്ലെങ്കിൽ കൈവശ അവകാശ രേഖ കൈമാറി എന്നുള്ളതാണ്. അതിൻ്റെ അന്ന് ഇവർക്ക് ഭൂമി കൊടുക്കുമ്പോൾ ഈ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി നൽകുന്നത്. ടെലിവിഷൻ, ട്യൂബുകൾ, ബാറ്ററികൾ, അതുപോലെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കും. ആ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി നിലവിൽ വന്നാൽ നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടും എന്നുള്ളതാണ്. ഇതാണ് എപ്പോഴും ഈ വ്യവസായികളും സർക്കാരും തമ്മിലുണ്ടാക്കുന്ന എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് സാർവത്രികമായിട്ട് ഇത് ലംഘിച്ച് ആ ഭൂമി മുഴുവൻ റിയൽ എസ്റ്റേറ്റാക്കി മാറ്റി വിറ്റ് വൻ ലാഭമടിക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. ഇവിടുത്തെ മാത്രമല്ല, എല്ലായിടത്തെയും പരിപാടി അതാണ്, നമ്മുടെ ഇവിടെയും അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ക്രോണിക് ക്യാപിറ്റലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയും. അതായത് സർക്കാരുമായിട്ട് ചങ്ങാത്തത്തിലായി സർക്കാരിൻ്റെ ഫണ്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ അദാനിക്കെതിരെ വലിയ ആരോപണം ഉയർന്നിരിക്കുന്നത് നമ്മൾ കണ്ടാണ്. LICയുടെ കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കൈമാറുന്നു, അങ്ങനെ അദാനി എന്താണ് മോദാനിയായി മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. മോദിയാണ് അതിന് സഹായം ചെയ്തു കൊടുത്തത്. ഇത് ഈ ആധുനിക കാലത്തിലെ കോർപ്പറേറ്റ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഴിമതിയുമല്ല. ഞങ്ങളിങ്ങനെയാണല്ലോ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ അകത്ത് എന്ത് അഴിമതി എന്നുള്ളതാണ്. ഇവിടെയും അത് തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഫാക്ടറി വന്നില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമി ഇങ്ങനെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കുന്ന ഭൂമി വിൽക്കാൻ യഥാർത്ഥത്തിൽ അവർക്ക് അനുവാദമില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് മുൻ BJP കർണാടക മന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു, അദ്ദേഹം നമ്മളെ കട്ട എന്നൊക്കെ പറഞ്ഞ അവരുടെ പേരാണ് നമ്മുടെ ഇവിടെ, അത് എന്താണ് വേറെ സംഭവമാണ്. അത് എന്തായാലും ഈ കട്ട സുബ്രഹ്മണ്യ നായിഡു ആണ് ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇത് വിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ BPL കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനകത്ത് ഒരു കൃത്രിമത്വം നടത്തിയിട്ടില്ല, കാരണം സർക്കാർ അങ്ങനെ ഞങ്ങൾക്ക് വിൽപ്പനയ്ക്കുള്ള അവകാശം തന്നതിൻ്റെ പേരിൽ ഞങ്ങൾ വിറ്റു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആരോപണമായിട്ട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ 149 ഏക്കറിന് ഈ നേരത്തെ പറഞ്ഞ പോലെ 1,10,10,000 രൂപ വെച്ച് ഏക്കറിന് കൊടുത്താൽ വരാവുന്നത് ഏതാണ്ട് 1,65,00,000 രൂപയുടെ അടുത്തേണ്ട വരുള്ളൂ. അത് പിന്നീട് ഇവർ പല ഘട്ടങ്ങളിലായിട്ട് വിൽപ്പന നടക്കുന്നത് 2009, 2010, 2011 കാലഘട്ടങ്ങളിലായിട്ടാണ്. പലർക്കുമായിട്ട് വിൽപ്പന നടത്തി അതിൽ നിന്ന് മൊത്തം കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 313 കോടി രൂപയാണ്. അതാണ് പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഈ 1,65,00,000 രൂപയ്ക്ക് വാങ്ങിച്ച ഭൂമി
313 കോടി രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തു. അവിടെയാണ് ഇത് ഇനി ആരോപണം വരുന്നത്. അതും സർക്കാർ ഭൂമിയാണ്. അപ്പോൾ സർക്കാർ ഭൂമിയെ ഇങ്ങനെ വ്യവസായ ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പറ്റിച്ച് അത് റിയൽ എസ്റ്റേറ്റാക്കി മാറ്റി വിറ്റ് ഇത്രമാത്രം ലാഭമുണ്ടാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. രാജീവ് ചന്ദ്രശേഖരന് എതിരെ പരാതിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരന് എതിരെ പരാതിയുണ്ട്. അവരുടെ സഹോദരനാണ് എന്നെനിക്ക് തോന്നുന്നത് അജിത് നമ്പ്യാർക്ക് എതിരെ പരാതിയുണ്ട്. പിന്നെ ഈ സംവിധാനത്തിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത ഈ കട്ട ബാലസുബ്രഹ്മണ്യ നായിഡു എന്ന് പറയുന്നതായിട്ടുള്ള മുൻ BJP മന്ത്രിക്കുണ്ട്. പിന്നെ BPL കമ്പനിയും ഇതിനകത്ത് ഒരു പ്രതിയായിട്ട് വരുന്ന തരത്തിലാണ് ഈ ആരോപണം പരാതിയുമൊക്കെ നിലനിൽക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കേണ്ടത്. കാരണം അദ്ദേഹം BJPയുടെ കേരളത്തിലെ അധ്യക്ഷനാണ്. കേരളത്തിലാണെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ് അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലിങ്ങനെ മെഴുകി നിൽക്കുകയാണ് കേരള സമൂഹം. അപ്പോഴാണ് ഇതാ വരുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു ആരോപണം. അത് ഇവർ ആഘോഷിക്കും. കാരണം മാധ്യമങ്ങളും അതേപോലെ സോഷ്യൽ മീഡിയയിലേക്ക് ഇത് ആഘോഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വസ്തുത ഇന്നതാണ് എന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് രേഖകൾ സമർപ്പിച്ച് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ BJPക്ക് എത്രമാത്രം അതിനകത്ത് എന്താണ് അതിൻ്റെ ഒരു മുഖം രക്ഷിച്ചു നിർത്താനായിട്ട് കഴിയും. അതല്ല ഇതിനെ ഇങ്ങനെ പുകമറയിൽ നിർത്തുകയാണെന്ന് വെച്ചാൽ ആളുകൾ കൂടുതൽ സംശയിക്കുകയും കൂടുതൽ ഈ ആരോപണം എന്ന് പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഇതാണ് കാര്യം എന്ന് പറയുന്നത്. പക്ഷേ മറ്റു പലരും അങ്ങനെയല്ല പറഞ്ഞു. മറ്റ് പല സോഷ്യൽ മീഡിയയിലും ഡിസ്കഷൻ നടക്കുന്നത് ഇങ്ങനെയല്ല. ഇയാൾ ഭീകരനായിട്ടുള്ള അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളീ പറഞ്ഞ വസ്തുതകളെല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഒരു സാധ്യതയാണ്. എതിർ രാഷ്ട്രീയ കക്ഷികൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം BJPയും അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്താണ് എന്ന് കൃത്യമായിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതല്ലാണ്ട് ഇത് വെറും ഇത് വെറുതെ കെട്ടിച്ചമച്ച കഥയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. കാരണം BJPയുടെ അധ്യക്ഷനല്ലേ. പറഞ്ഞു പോകുന്നത് ശരിയല്ല. അത് എനിക്ക് തോന്നുന്ന അടുത്ത ദിവസങ്ങളിലെല്ലാം അതിലേക്ക് കൂടുതൽ അന്വേഷണം നടക്കുകയും അതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി സുവ്യക്തമായിട്ട് സമൂഹത്തിന് മുന്നിൽ വരും എന്ന് വേണമെങ്കിൽ കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.